ശാസ്താംകോട്ടയിൽ വൻ MDMA വേട്ട. 130 ഗ്രാം MDMAയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ എക്സൈസ് പിടികൂടി. കാർത്തികപ്പള്ളി സ്വദേശി അതുൽ ദേവിനെയാണ് പിടികൂടിയത്. 130.762 ഗ്രാം MDMAയുമായാണ് കാർത്തികപ്പള്ളി ശ്രീമന്ദിരം വീട്ടിൽ അതുൽ ദേവ് എന്നയാളെ ശാസ്താംകോട്ട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് എക്സൈസ് പറഞ്ഞു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശാനുസരണം സ്ഥിരമായി രാത്രികാല വാഹന പെട്രോളിംഗ് നടന്നു വരികയാണ്. ഇന്നലെ അത്തരത്തിലൊരു വാഹന പെട്രോളിങ്ങിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഈ കേസ് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇയാൾ ഇതിനു മുമ്പും നിരവധി ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഇയാളുടെ കയ്യിൽ നിന്നും ഇയാളുടെ വാഹനത്തിൽ നിന്നുമായി ഏതാണ്ട് 130 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ ഒരു വാണിജ്യാടിസ്ഥാനത്തിലൊരു വലിയൊരു സീഷറാണ്. ഈ ഒരു 130 ഗ്രാം MDMA എന്ന് പറയുന്നതൊരു നിലവിലെ മാർക്കറ്റിലൊരു 5 മുതൽ 6 ലക്ഷം രൂപ വരെ വിലമതിക്കുന്നതാണ്. ഇയാളെ ചോദ്യം ചെയ്തതിൽ ഈ പ്രതി ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വലിയ തോതിൽ വലിയ എമൗണ്ടിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ പർച്ചേസ് ചെയ്തിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ വലിയ രീതിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാൻ കഴിഞ്ഞു. റേഞ്ച് ഇൻസ്പെക്ടർ ഷെഫീഖും സംഘവും നടത്തിയ രാത്രികാല വാഹന പരിശോധനയിലാണ് മൈനാഗപ്പള്ളി തോപ്പിൽമുക്ക് പേരൂർ ജംഗ്ഷനിൽ നിന്നും മയക്കുമരുന്നുമായി ഇയാളെ പിടികൂടിയത്. ഇയാൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സജുകുമാർ ടി, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് വിജു CA, സിഇഒമാരായ പ്രേംരാജ് R, നിഷാദ് S, സുജിത് കുമാർ MS, അതുൽ കൃഷ്ണൻ, CEO ഡ്രൈവർ വിനീഷ് VG എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.